ബംഗ്ലാദേശിൽ നിന്ന് അതിർത്തി വഴി അനധികൃത കുടിയേറ്റമുണ്ടാകാൻ ഇടയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കി. അതിർത്തി രക്ഷാസേനയുടെ 2 ബറ്റാലിയനെ കൂടി അധികമായി ബംഗ്ലാദേശ് അതിർത്തിയിൽ വിന്യസിച്ചു. അതേസമയം ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമങ്ങളുടെ മറവിൽ അതിർത്തി വഴി ലഹരിക്കടത്ത് വർദ്ധിച്ചതായി BSF വൃത്തങ്ങൾ വ്യക്തമാക്കി. ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹമടങ്ങുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അതിർത്തി വഴി അനധികൃത കുടിയേറ്റങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ അരക്ഷിതാവസ്ഥയുടെ മറവിൽ ബംഗ്ലാദേശികൾ വ്യാപകമായി ഭാരതത്തിലേക്ക് കടന്നേക്കാമെന്നാണ് സൂചന. ഇത് പരിഗണിച്ച് പഴുതടച്ച സുരക്ഷയാണ് ബംഗ്ലാദേശ് അതിർത്തികളിൽ ഒരുക്കിയിരിക്കുന്നത്. അസം, പശ്ചിമ ബംഗാൾ, മിസോറാം, മേഘാലയ, ത്രിപുര എന്നീ 5 സംസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത്. ഇവിടങ്ങളിലേക്ക് 2000-ലധികം BSF ജവാന്മാരെ അധികമായി നിയോഗിച്ചു. കൂടാതെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിന് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ കൂടുതൽ പട്രോളിംഗ് സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. അതേസമയം അതിർത്തി വഴി ബംഗ്ലാദേശിലേക്കും തിരിച്ചു ഭാരതത്തിലേക്കും ലഹരികടത്ത് വർദ്ധിച്ചതായാണ് അതിർത്തി രക്ഷാസേനാ വൃത്തങ്ങൾ നൽകിയ സൂചന. അതിർത്തിയിലെ പരിശോധനയിൽ അല്പം അയവ് വരുത്തിയതോടെയാണ് ലഹരികടത്ത് കൂടിയത്. ഇതോടെ ശ്വാനസേനയടക്കം രംഗത്തിറക്കി അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. ജനം, ഡൽഹി.